സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 9 ജില്ലകളിൽ റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി അഭിന ബി ചിറക്കൽ ചേരുന്നു. അഭിന, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, വടക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 ജില്ലകളിൽ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ടുമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മലയോര മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ മഴ നേരിയ തോതിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശത്തും അതോടൊപ്പം തന്നെ നഗരത്തിലും സമാനമായ രീതി തന്നെയാണ് തുടരുന്നത്. കനത്ത മഴയില്ലെങ്കിൽ പോലും നേരിയ തോതിൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ഈ ഒരു മഴ പെയ്യുന്നതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ, നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. മാവൂർ റോഡ്, മാനാഞ്ചിറ, അതോടൊപ്പം തന്നെ ജാഫർ ഖാൻ കോളനി റോഡ്, അശോകപുരം തുടങ്ങിയ ഇടങ്ങളിലെ റോഡുകളിലെല്ലാം തന്നെ വൻതോതിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോട് കൂടി മാനാഞ്ചിറ ഭാഗം മുഴുവൻ വെള്ളത്തിലായ ഒരു സ്ഥിതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത നിരവധി ആളുകൾ ഈ വെള്ളക്കെട്ടിൽ വീഴുകയും വലിയ രീതിയിലൊരു മാനാഞ്ചിറ ഭാഗത്തൂടെ, അതോടൊപ്പം തന്നെ LIC റോഡ്, കിച്ചൺ റോഡുകളിലൂടെ എല്ലാം തന്നെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത്. കാരണം അതിരൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ വെള്ളക്കെട്ട് അറിയാതെ നിരവധി ആളുകൾ മാനാഞ്ചിറ മിഠായി തെരുവ് തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം എത്തുന്നവർ ഈ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ള കരുതൽ ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ഈ വിലങ്ങാട്, നേരത്തെ ഉൾക്കൊള്ളിയ വിലങ്ങാടിൽ നിന്നും 50 കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മറ്റ് ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വടകര, അതോടൊപ്പം തന്നെ ചേവായൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇപ്പോൾ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്നും വിലങ്ങാട് നിന്നും നിരവധി കുടുംബങ്ങളെയാണ് ഇപ്പോൾ വടകരയ്ക്കും അതോടൊപ്പം തന്നെ ചേവായൂർ ഭാഗങ്ങളിലേക്ക് എല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ പെയ്ത മഴയിലും അതോടൊപ്പം തന്നെ കനത്ത കാറ്റിലും നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകളടക്കം വടകരയിലും അതോടൊപ്പം തന്നെ കുറ്റിയാടി ഭാഗങ്ങളിൽ പല വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും പക്ഷേ ആളപായമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. നിലവിൽ വിലങ്ങാട് ഉരുൾപൊട്ടിയുണ്ടായ പ്രദേശത്ത് നിന്നും ആളുകളെ വീണ്ടും ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ വീണ്ടും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനെതിരെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായ മറുപടി മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായ നടപടി എടുക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ദീപ്തി, അഭിന, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഈ ക്യാമ്പുകളെല്ലാം പ്രവർത്തന സജ്ജമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മഴയിൽ ഈ കാലവർഷം എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം മുതൽ നേരിയ തോതിൽ മഴയുണ്ടായിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവരെ കൃത്യമായി മാറ്റാനുള്ളൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് മഴ കനത്ത ഒരു സാഹചര്യത്തിലാണ് വിലങ്ങാട് പ്രദേശത്ത് നിന്നുള്ള നിരവധി ആളുകളെ ഇവിടെ നിന്നും നിരവധി വീടുകൾ, ആദ്യം 16 കുടുംബങ്ങളെയായിരുന്നു വിലങ്ങാടിൽ നിന്നും മറ്റിടങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കുടുംബങ്ങളെയെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ വിലങ്ങാട് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഹർത്താൽ അടക്കം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ വിലങ്ങാട് പ്രദേശവാസികളോട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം വിലങ്ങാട്ടെ പ്രദേശവാസികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിലങ്ങാടിൽ നിന്നുള്ള വിലങ്ങാട് അതോടൊപ്പം തന്നെ കുറ്റ്യാടി ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കുടുംബങ്ങളെ ഇപ്പോൾ വടകര താലൂക്കിലാണ് പ്രധാനമായും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. വടകര, അതോടൊപ്പം തന്നെ ചേവായൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 50 കുടുംബങ്ങളെയാണ്, ഇതുവരെയുള്ള 50 കുടുംബങ്ങളെയാണ് നിലവിൽ ഇവിടെ നിന്നും, വിലങ്ങാട് നിന്നും അതോടൊപ്പം തന്നെ വെള്ളം കയറിയ ഭാഗത്തു നിന്നുള്ള വീടുകളിൽ നിന്നെല്ലാം ആളുകളെ ഇപ്പോൾ ഈ ചേവായൂർ ഭാഗത്തും അതോടൊപ്പം തന്നെ വടകര താലൂക്കിലെ ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ദീപ്തി, ശരി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിലവിൽ തലസ്ഥാനത്തെ കൂടുതൽ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ദീപ്തി, ഇപ്പോൾ 9 ജില്ലകളിലാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നത്. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തുടനീളം പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ മഴ ഇപ്പോൾ തുടരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കേരളത്തിൽ ഉടനീളമുള്ള തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വരുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. വ്യാപക നാശനഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴയുണ്ടാകുന്നുണ്ട്. നിരന്തരമായി തുടരുന്ന മഴയായതുകൊണ്ട് തന്നെ ഇതിന് വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ജനങ്ങൾ യാത്ര ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പറയുന്നത്. ശക്തമായ മഴ പലയിടത്തുണ്ട്. വ്യാപകമായ മഴയുള്ളത് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതീവ ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിൽ ഉള്ള ആളുകൾ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അപകട സാധ്യത കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവിടെ നിന്നും മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ കടൽ തിരമാലകൾ ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കേരള തീരത്ത് തന്നെ ശക്തമായ കാറ്റും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഏതായാലും പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തലസ്ഥാനത്തടക്കം ശക്തമായ മഴയാണ് ഇപ്പോൾ തുടരുന്നത്. പുലർച്ചെ മുതൽ നിർത്താതെയുള്ള മഴ തന്നെയാണ്. ഏതായാലും എല്ലാ ജില്ലകളിലും വ്യാപക അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ഇന്ന് ഇടുക്കി, കൊല്ലം, കോട്ടയം എന്നീ 3 ജില്ലകളിലാണ് ജാഗ്രത നിർദ്ദേശം അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. ഏതായാലും വ്യാപകമായ മഴയെ കണക്കിലെടുത്ത് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കഴിയുന്നതോടെ നാളെ മുതൽ മഴയ്ക്ക് ഒരല്പം ശമനം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ ആശങ്കയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു വാർത്ത. പക്ഷെ പലയിടത്തും വെള്ളം കയറുന്നുണ്ട്, മരങ്ങൾ കടപുഴകുന്നുണ്ട്, പലയിടത്തും ഗതാഗത തടസ്സമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ ഈ KSEBയുടെ ലൈൻ കമ്പികളും ഒക്കെ പലയിടത്തും പൊട്ടിവീഴുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ അധികൃതരെ അറിയിക്കുക എന്നുള്ള നിർദ്ദേശമാണ്. അതുവഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, പോകുന്ന വഴിയിൽ നിന്ന് പിന്മാറിപ്പോവുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശരി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. വിഷ്ണു കരുണാകരനും അഭിന പി ചിറക്കലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. വിഴിഞ്ഞം വാർഫിന് സമീപത്ത് വെച്ച് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വന്ന വള്ളം അപകടത്തിൽപ്പെടുകയായിരുന്നു. വള്ളത്തിലുണ്ടായ 5 പേരിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കടലിൽ പോയി തിരിച്ചുവരവേ വള്ളം അപകടത്തിൽപ്പെട്ടത്.